നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യുന്ന കാര്യം വെച്ചാൽ നിയോഗം ലക്ഷ്യമായതുകൊണ്ടാണ്. നിയോഗമാണ് ലക്ഷ്യം. ഇവിടെ മാർഗം എന്താണ്? ഉടമ്പടി മാർഗമാണ്. ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ്. ഉടമ്പടി ലക്ഷ്യമാകും, നിയോഗം മാർഗമാകും. അവിടെയാണ് വിഷയം വേണ്ടത്. ഉടമ്പടി ലക്ഷ്യമാകും. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? ബയലാറ്ററൽ എഗ്രിമെന്റ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെന്റാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം. ഉടമ്പടി ലക്ഷ്യമാകും. ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം, വസ്തു വയ്ക്കുക, ഗ്രീൻ കാർഡ് കിട്ടുക, വിസ കിട്ടുക, അതൊക്കെ മാർഗമാകും. അത് എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടി നിൽക്കണതിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം. ദൈവത്തിന്റെ പരിശുദ്ധ മാതാവേ, അമലോത്ഭവ കന്യകേ, എന്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. സമുദ്രതാരമേ, ഇപ്പോൾ സഹായിച്ച് എന്റെ മാതാവാണെന്ന് കാണിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ മറിയമേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞി, എന്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് സവിനയം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല. അവിടുന്ന് മാതാവാണെന്ന് ഇപ്പോൾ കാണിക്കണമേ. കർമ്മല മാതാവേ, അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.